നമ്മളെല്ലാവരെയും സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും പരിപാലിക്കുകയും എഴുന്നേൽക്കുകയും അനുഗ്രഹിക്കുകയും പുതുക്കിയ യൗവനത്തോടെ ദീർഘായുസ്സോടെ ജീവിതം വേല തികച്ച് പൂർത്തിയാക്കുകയും ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്ന നല്ലവനായ ദൈവത്തിൻ്റെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, മെയ് മാസം 17-ാം തീയതി എന്ന നിലയിൽ 2 പരിശുദ്ധന്മാരെ ഓർക്കുന്ന ദിവസമാണ്. അന്ത്രോനിക്കോസ് ആൻഡ് ജൂനിയ. ഈ 2 പേരുടെ കാര്യം റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഈ 2 പേരുടെ പേര് റോമാലേഖനത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. 70 അറിയിപ്പുകാരുടെ കൂട്ടത്തിൽ ഉള്ള 2 പേരാണ് ഇവർ. അവർ നമ്മളോടൊപ്പം ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്നു. അവർ 70 അപ്പോസ്തലന്മാരുടെ, അയക്കപ്പെട്ട അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ വേല ചെയ്ത് പെന്തക്കോസ്ത് പെരുന്നാളിൽ കാത്തിരുന്ന ആത്മനിറവിൽ ഫലം കായ്ച്ച് പലയിടങ്ങളിൽ മെത്രാപ്പൊലീത്തന്മാരായി സേവനം രക്ഷിച്ച് അങ്ങനെ ക്രിസ്തീയ അന്ത്യം പ്രാപിച്ച് ഇപ്പോൾ വിശുദ്ധന്മാരുടെ പട്ടികയിൽ ജീവിക്കുന്നതായി സഭാചരിത്രം പറയും. ഓർത്തഡോക്സ് സെയിൻസ് എന്ന പേരുള്ള പുസ്തകത്തിൽ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള 3 മാസങ്ങളിൽ ഓർക്കേണ്ട പേരുകൾ ഈ പുസ്തകത്തിലുണ്ട്. ഇന്ന് മെയ് മാസം 17-ാം തീയതി നിലയിൽ അന്ത്രോനിക്കോസിനെയും ജൂനിയായെയും നമ്മൾ ഓർക്കുന്ന ദിവസമാണ്. മറ്റൊരു കലണ്ടർ അനുസരിച്ച് അനുദിന വിശുദ്ധന്മാരുടെ കലണ്ടർ എന്ന കലണ്ടറിൽ 17-ാം തീയതി വിശുദ്ധ പാസ്കൾ എന്ന പേരിലൊരു പരിശുദ്ധനെ ഓർക്കുന്ന സഭകളുണ്ട്. ഇങ്ങനെ ഓർത്തഡോക്സ് സഭയും കത്തോലിക്ക സഭയും ഇവരൊക്കെയും സഭാ ജീവിതത്തിൽ വിശുദ്ധരായി തീർന്നവരുടെ പട്ടിക കുറിച്ചു വയ്ക്കുകയും അവരെ ഓർക്കുകയും അവരോടൊപ്പം ആരാധന നടത്തുകയും ചെയ്യുന്നൊരു നല്ല പാരമ്പര്യം നമുക്കുണ്ട്. ഇത് എക്യുമെനിക്കൽ ധ്യാനമന്ദിരമായതുകൊണ്ട് എല്ലാ സഭകളിലും ആദരിക്കുന്ന വിശുദ്ധന്മാരെ നമ്മൾ ഓർക്കാറുണ്ട്. കത്തോലിക്ക സഭയിലും ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലും ആദരിക്കപ്പെടുന്ന ഓർക്കപ്പെടുന്ന ഈ 3 പേരുടെ കാര്യങ്ങളിൽ നമ്മൾ ഓർക്കുന്നു. ആ പശ്ചാത്തലത്തിൽ കർത്താവിനാൽ അയക്കപ്പെട്ട അപ്പോസ്തലന്മാർ 12 പേരും 70 പേരും ഒക്കെ നമുക്ക് തരുന്ന സന്ദേശം എന്താണ്? അവർ ചെയ്ത വേലയുടെ സൂചനകൾ പഴയ നിയമത്തിലെ പ്രവചനങ്ങളിലുണ്ട്. ആ കാര്യം പഠിക്കുന്നതിന് വേണ്ടിയാണ് ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം എന്ന് വായിച്ചത്. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായത്തിലെ ചില പ്രവചനങ്ങൾ കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും ഈ 70 അറിയിപ്പുകാരുടെയും ജീവിതത്തിൽ അന്വർത്ഥമായി നമുക്കും ആ പണി ചെയ്യാൻ സാധിക്കും. ഈ കൃപായുഗത്തിൽ യേശുവിനെ വിശ്വസിച്ച് വീണ്ടുജനനത്തിൻ്റെ അനുഭവത്തിൽ ദൈവമക്കൾ എന്ന പദവിയിൽ നമുക്ക് അനേക അനുഗ്രഹങ്ങൾ ആസ്വദിക്കാനുള്ള അവകാശമാണ് ഈ കൃപായുഗം നമുക്ക് തരുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് യേശു ചെയ്ത് എല്ലാ വേലയും ചെയ്യാൻ സാധിക്കും. യേശു പിതാവിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി മധ്യസ്ഥയാണ് വേല ചെയ്ത് യുദ്ധം ചെയ്യുന്നതുകൊണ്ട് അതിനേക്കാൾ വലിയതും ചെയ്യാൻ സാധിക്കുമെന്നാണ് യോഹന്നാൻ 14:12 പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഇത്രയും നാളെ സഭയിൽ ജീവിച്ചിട്ട് യേശു ചെയ്തതെല്ലാം ചെയ്യാൻ സാധിച്ചു? യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിയിട്ടിരിക്കുന്നത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ? ഈ അന്വേഷണത്തോടുകൂടെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വൻകാര്യങ്ങൾ ചെയ്ത് ജന്മസാഫല്യം അടയുവാൻ, തലയോട് ചേരുന്ന ഉടലായി തീരുവാൻ, തല പറയുന്നതനുസരിച്ച് കൈകാലുകൾക്ക് പല വീര്യപ്രവർത്തികൾ ചെയ്യാൻ സാധിക്കും. തലയുടെ ആജ്ഞ അനുസരിച്ച് ആ ശരീരത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തം ഒഴുകി വന്ന ശക്തി അവർക്ക് ലഭിച്ചിട്ട് അങ്ങനെ സഭയാകുന്ന ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളുടെയും കഴിവുകളും നേട്ടങ്ങളും കുറവുകളും നിർഭാവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. അങ്ങനെ യേശു ചെയ്തതും ചെയ്യാതെ നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ മാറ്റിയിട്ടിരിക്കുന്ന വൻകാര്യങ്ങൾ ചെയ്യുന്ന ഒരു പദ്ധതി നമുക്കുണ്ട്. അത് ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നതാണ്. അതായിരിക്കട്ടെ നമ്മുടെ ജീവിതലാക്ക് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നു. ഈ മുഖവരിയോടുകൂടെ നമ്മൾ ഇന്നത്തെ ഈ വിശുദ്ധ കുർബാന ധ്യാനം കർത്താവിന് പ്രസാദകരവും നമുക്ക് അനുഗ്രഹമാകുവാൻ നമ്മൾ ശ്രമിക്കുകയാണ്. എത്തിയിരിക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ദൂരെ നിന്നും ചാരി നിന്നും വന്നവരെ വെൽക്കം ചെയ്യുന്നു. എസ്പെഷ്യലി ദോസ് ഹു ഹാവ് കം ഫ്രം ബാംഗ്ലൂർ, അവരെ ഇപ്പോൾ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അന്യഭാഷയുടെ നല്ലവരും ഇപ്പോൾ ജ്വലിക്കുകയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന മലയാള ഭാഷ വന്നിരിക്കുന്നവരുടെ ഭാഷയിൽ നമുക്ക് മനസ്സിലായോ? അപ്പം പെന്തക്കോസ്ത് പെരുന്നാളിൽ പത്രോസിനെ സ്വന്തം ഭാഷയിലാണ് വർത്താനം പറഞ്ഞത്. കേട്ടവർക്കില്ല അവരുടെ ഭാഷയിൽ. അപ്പം നമുക്കെല്ലാം നമ്മുടേതായ ഭാഷയുണ്ട്. ആ ഭാഷയിൽ ഇന്ന് കേൾക്കുന്ന കാര്യങ്ങൾ പരിഭാഷപ്പെടുത്തപ്പെടുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചുകൊണ്ട്
ഇന്നത്തെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ധ്യാനം നമുക്ക് എല്ലാവർക്കും ആശ്വാസപരവും ആനന്ദകരമായിരിക്കണം. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്നൊരു പാട്ട് പാടാമോ? പരിശുദ്ധാത്മാവേ ദീപകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം യോബ് 33. ബലം ധരണേ, പരിശുദ്ധാത്മാവേ ദീപകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. മരങ്ങളും പരിഞ്ഞിടുവാൻ കായത്തിൽ വേരൂന്നി വളർന്നിടുവാൻ കൃപകളും വചനത്തിൽ വേരൂന്നി വീണ്ടും മയക്കണമേ, എന്റെ നമുണർന്നിടുവാൻ വീണ്ടും മയക്കണമേ, എന്റെ നമുണർന്നിടുവാൻ പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. Bible reading from Job, chapter 33, verses 25 up to 33. ഇംഗ്ലീഷിൽ വായിക്കുന്നു. ആദ്യം ജോബ് 33 25 മുതൽ 33 വരെയുള്ള ഭാഗത്ത് ചില പ്രോമീസസ് ഉണ്ട്. ആ പ്രോമീസ് നമുക്ക് കിട്ടിയോ എന്നറിയാനാണ്. ആ പ്രോമീസ് നമ്മുടെ അനുഭവമാകുന്നതിന് ഇന്ന് നമ്മൾ ഓർക്കുന്ന അന്ത്രോനിക്കോസിൻ്റെയും യൂനിയായുടെയും മധ്യസ്ഥത, കർത്താവിൻ്റെയും വിശുദ്ധന്മാരുടെയും അപ്പോസ്തലന്മാരുടെയും സെയിൻസിൻ്റെ എല്ലാം സഹായം നമുക്ക് എങ്ങനെ ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടി ഈ വേദഭാഗം വായിക്കുകയാണ്. Reading from the book of Job, chapter 33, verses 25 to 33. His flesh shall be fresher than a child's. He shall return to the days of his youth. He shall pray unto God, and he will be favorable unto him. And he shall see his face with joy, for he will render unto man his righteousness. He looked upon me, and if any say, I have sinned and perverted that which was right, and it profited me not. He will deliver his soul from going into the pit, and his life shall see the light. Lo, all these things work God oftentimes with man, to bring back his soul from the pit, to be enlightened with light of the living. Mark well, O Job, hearken unto me, hold thy peace, and I will speak. If thou hast anything to say, answer me, speak, for I desire to justify thee. If not, hearken unto me. Hold thy peace, and I shall teach the wisdom.
I shall teach thee wisdom. Praise be to the Lord. ഈ യോബിന്റെ പുസ്തകം 31 അധ്യായത്തിന്റെ 25 മുതലുള്ള വേദഭാഗം മലയാളത്തിൽ വായിക്കുന്നു. അപ്പോൾ അവന്റെ ശരീരം അല്ലെങ്കിൽ അവളുടെ ശരീരം യൗവന ചൈതന്യത്താൽ പുഷ്ടിവെക്കും. അവർ യൗവന കാലത്തിലേക്ക് മടങ്ങി വരും. ഇന്ന് പ്രായം കൊണ്ടും ക്ഷീണം കൊണ്ടും രോഗം കൊണ്ടും തളർന്നിരിക്കുന്നവർക്ക് ഒരു നല്ല പ്രത്യാശ നൽകുന്ന സന്ദേശമാണിത്. കർത്താവിന് നമ്മുടെ ശരീരം യൗവനത്തിലേക്ക് മടക്കി വരുത്താൻ കഴിവുണ്ട്. അത് 103-ാം സങ്കീർത്തനത്തിലെ ഒരു പ്രവചനം കൂടിയാണ്. ജന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്, അവൻ കഴിവന്മാരെ പോലെ നമുക്ക് യൗവനം പുതുക്കി തരും എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് യൗവനം പുതുക്കിയ യൗവനത്തോടുകൂടെ ഒത്തിരി വേല തീർക്കാനുണ്ട്. കഴിഞ്ഞ ദിവസം 3-4 ദിവസം മൗനമായി ധ്യാനിച്ച് മാറിയിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നിനക്ക് വയസ്സ് 74 കിളവനായി പണി നിർത്തിക്കോ എന്നൊക്കെയാണ് എൻ്റെ വിചാരം. ഞാൻ യൗവനം പുതുക്കി തന്നെ ഒത്തിരി പണി തരാൻ പോകുന്നു. എന്താ മനസ്സിലായി? അപ്പോൾ യൗവനം പുതുക്കിയിട്ട് ഒത്തിരി ജോലികൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് ഇനിയും ചെയ്യാനുണ്ട്. മടിച്ചിരിക്കേണ്ട, ക്ഷീണിക്കേണ്ട, തളരണ്ട, പുതിയ ശക്തി തരാമെന്ന് പറഞ്ഞ ആ ഉറപ്പിലാണ് ഇപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ളതായ സുവിശേഷ വേലക്കുള്ള വിളികൾക്ക് യേശു പറഞ്ഞിരിക്കുന്നു. അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയും നമ്മുടെ നിത്യ ആരാധനയും നിശ്ചിത കുർബാനയും നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തു പോരേണ്ടതിന് മുന്നിലിരിക്കുന്ന സൽപ്രവൃത്തി ചെയ്യുവാൻ യൗവനം പുതുക്കി തരണം. യൗവനം പുതുക്കി വാങ്ങിച്ചുകൊണ്ട് വേല തയ്പ്പാനുള്ള കൃപ നമുക്ക് അനുവദിച്ചിരിക്കുകയാണ്. നമ്മളത് ഏറ്റുവാങ്ങാൻ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ യോബിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 25 മുതലായ ഭാഗത്ത് ഹൗ ക്യാൻ വി റിന്യൂ അവർ യൂത്ത്ഫുൾ ലൈഫ് എന്നുള്ള ആ ചോദ്യത്തിന് മറുപടി കണ്ടെത്താൻ വേറെ ചില വേദഭാഗങ്ങളുമായിട്ട് ഇതിനെ ഇടചേർക്കുകയാണ്. എപ്പോഴാണ് ഈ വാഗ്ദത്തങ്ങൾ നമ്മുടേതാകുന്നത്? 25-ാം വാക്യത്തിലെ വാഗ്ദത്തം യൗവനം പുതുക്കി തരുമെന്നാണ്. 26-ാമത്തെ വാക്യത്തിൽ അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, അവൻ അവനിൽ പ്രസാദിക്കും, തിരുമുഖത്തെ അവൻ സന്തോഷത്തോടെ കാണും, അവൻ മനുഷ്യന് അവന്റെ നീതി പകരം കൊടുക്കും. വളരെ പ്രത്യാശ നൽകുന്ന വാക്തത്വമാണ് അതിനകത്തുള്ളത്. യൗവനം പുതുക്കിക്കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാമെന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെയായിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത നിരാശയുടെ പല അനുഭവങ്ങൾ നമുക്കുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നതിന് മുമ്പ് കർത്താവ് തരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാത്തതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്തത്. അതുകൊണ്ട് നമ്മൾ ദൈവത്തോട് ഇന്ന് വിശുദ്ധ കുർബാനകളിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ യൗവനം പുതുക്കാനുള്ള പ്രക്രിയകൾക്ക് വിധേയമാകാൻ പോവുകയാണ്. ദൈവം നമ്മളിൽ പ്രസാദിക്കുമെന്നാണ് പറയും. അപ്പോൾ ദൈവം നമ്മളിൽ പ്രസാദിച്ചിട്ട് ആ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളെ ഒഴുകി വന്നിട്ട് അത് അനേകരുമായി നമ്മൾ പങ്കിടേണ്ടിയിരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന കർത്താവിന് എപ്പോഴാണ് മറുപടി കിട്ടിയത്? പരിശുദ്ധാത്മാവിൽ പരിശുദ്ധ കന്യാമറിയാമെന്ന് ജനിച്ചെങ്കിലും 30-ാമത്തെ വയസ്സിൽ യോർദാൻ നദിയിൽ ഇറങ്ങി നിന്നപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. അപ്പോൾ ദൈവം തമ്പുരാൻ തന്നെ മനുഷ്യനായ ഭൂമിയിൽ വന്നാൽ പോലും ആ പിതാവിൻ്റെ പ്രസാദം കിട്ടാൻ ഒത്തിരി കാത്തിരിപ്പ് ആവശ്യമാവാൻ. വി ഹാവ് ടു വെയിറ്റ് ഫോർ എ പ്ലീസിംഗ് ലൈഫ്. അവർ ലൈഫ് മസ്റ്റ് ബി പ്ലീസിംഗ് ടു ഗോഡ്. ഹൗ? അതെങ്ങനെയായിരിക്കണം? യേശു എങ്ങനെ ജീവിച്ചപ്പോഴാണ് 30-ാം വയസ്സിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, അവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്ന ശബ്ദം കേട്ടത്? നമുക്ക് ആ ശബ്ദം കേൾക്കേണ്ട ആവശ്യമുണ്ട്. വ്യക്തിപരമായി സമൂഹമായും അങ്ങനെ ഒരു ശബ്ദം, എനിക്ക് നിന്നോട് സ്നേഹമാണ്, എനിക്ക് നിന്റെ വലിയ സ്നേഹമാണ്, ഞാൻ നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലേ ദൈവം നമ്മളിൽ നടപ്പെടാതെയുള്ളൂ. യേശു ക്രിസ്തുവിനെ ഇത് പരസ്യമായി ആ ശബ്ദം കേട്ടപ്പോഴാണ് 30-ാം വയസ്സിലാണ്. അത് യോഹന്നാനും കേട്ടു, അങ്ങനെ നദിയുടെ കരയ്ക്ക് നിന്നവരൊക്കെ കേട്ടു. ഈ യേശു എങ്ങനെ ജീവിക്കും എന്ന് യെശയ്യാവിന്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-15 വാക്കുകൾ, കന്യകഗർഭിണിയായ മകനെ പ്രസവിക്കും, അവൻ തിന്മ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നതിൽ ധൈര്യം തേനും കൊണ്ട് ജീവിക്കും എന്നുള്ളൊരു പ്രവചനം നിവൃത്തിയായപ്പോഴാണ് ദൈവപ്രസാദം കിട്ടിയത്. അതുകൂടെ ഒന്ന് വായിക്കാവോ? ഇംഗ്ലീഷിലൊന്ന് വായിക്കാവോ? ബുക്ക് ഓഫ് ഐസായ ചാപ്റ്റർ 7 വേഴ്സ് 14 and 15. ദൈവപ്രസാദം ലഭിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഐസായ 7, 14 and 15. Therefore, the Lord himself shall give you a sign. Behold, a virgin shall conceive and bear a son, and shall call his name Emmanuel. Butter and honey shall he eat, that he may know to refuse the evil and choose the good. പിന്നെ അടുത്ത വാക്യം. For before the child shall know to refuse the evil and choose the good, the land that thou abhorrest shall be forsaken of both her kings.
അപ്പൊ തിന്മ തള്ളി നന്മ എടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ജീവിച്ച യേശുവിനാണ് 30-ാം വയസ്സിൽ ഇവൻ എൻ്റെ പ്രിയപുത്രനാണെന്ന് വിളി കേട്ടത്. നമ്മൾ ജനിച്ചതുകൊണ്ടോ സഭയുടെ അംഗമായതുകൊണ്ടോ വേദോത്സവം വായിച്ചതുകൊണ്ടോ മാത്രം പോരാ. പിതാവിൻ്റെ നേരിലുള്ള ഒരു വിറ്റ്നസ് നമുക്ക് ലഭിക്കണം. യു ആർ മൈ ബെലവഡ് സൺ ആൻഡ് ഡോട്ടർ. അങ്ങനത്തെ ശബ്ദം കേട്ടിട്ടുണ്ടോ? വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ പ്രിയമക്കളായാൽ പോരാ, ആ പ്രിയമക്കൾ എന്ന നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കിടുന്നവരുമാകണം. യേശു പ്രിയം ഏറ്റുവാങ്ങി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അധികം സഹിച്ചത് കുരിശിൻ്റെ അനുഭവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രിയം കിട്ടിക്കഴിഞ്ഞാൽ അനേകർക്ക് വേണ്ടി കുരിശ് വഹിക്കേണ്ടി വരും. ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺ എന്ന് പറഞ്ഞ വചനപ്രകാരം ഒരു ക്രൗൺ കിട്ടണം. ദർ ഇസ് എ ക്രൗൺ വെയിറ്റിംഗ് ഫോർ അസ്. പക്ഷെ ആ കിരീടം കിട്ടുന്നതിന് മുമ്പ് കുരിശ് സഹിക്കാൻ തയ്യാറാകണം. ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺ എന്ന് പറയുന്നു. അപ്പൊ യേശുവിന് ദൈവപ്രസാദം കിട്ടിയത് കുരിശ് വഹിക്കാനുള്ള ശക്തിയായിരുന്നു. അപ്പൊ ദൈവപ്രസാദം ഉണ്ടെങ്കിലേ കുരിശ് വഹിക്കാൻ സാധിക്കുകയുള്ളൂ. നാൾതോറും നമുക്ക് കുരിശുണ്ട്. എവരി ക്രിസ്ത്യൻ ഹാസ് ടു ടേക്ക് ഹിസ് ഓൺ ഓർ ഹെയർ ഓൺ ക്രോസ് എവരി ഡേ. അത് വി ഹാവ് ടു റെക്കഗ്നൈസ് ചെയ്ത് തിരിച്ചറിയണം. ഡെയിലി ക്രോസസ് ഏതാണെന്ന് തിരിച്ചറിയാനും പ്രാർത്ഥിക്കണം. ഡെയിലി നമ്മുടെ ഇൻസിഡൻസ്, ഡെയിലി ലൈഫിന്റെ എല്ലാ കാര്യങ്ങളും പ്രാർത്ഥനാ വിഷയമാക്കുമ്പോൾ ഹോളി സ്പിരിറ്റാ പറയുന്നത് ഇന്ന് നീ അനുഭവിക്കാനുള്ള കുരിശാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ദൈവപ്രസാദത്തോടുകൂടെ സഹിക്കേണ്ട കുരിശുകളാണ്. ആ കുരിശ് വഹിക്കാമെങ്കിൽ ബെയറിംഗ് ദ ക്രോസ് വി ക്യാൻ വിൻ ദ ക്രൗൺ. അതിനെക്കുറിച്ച് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നമ്മൾ കിരീടമായി തീരുന്നത് എപ്പോഴാണ്, എപ്പോൾ കിരീടമായി തീരുമെന്നുള്ള കാര്യം എവിടെയാണ് എഴുതിയിരിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വെളിപ്പാട് പുസ്തകത്തിലാണോ ഏത് പുസ്തകത്തിലാണ് കിരീടം കിട്ടുന്ന കാര്യം പറഞ്ഞിരിക്കുന്നത്? പ്രോവർബ് 12, പ്രോവർബ് 12 വേഴ്സ് 4 or 5. പ്രോവർബ് ചാപ്റ്റർ 12 വേഴ്സ് 4 and 5. അവിടെ എങ്ങനെയാ പറയുന്നത്? വായിച്ചാൽ A virtuous woman is a crown to her husband. ആ വെർച്വസ് വുമൺ ക്രൗൺ ആയിരിക്കും. പിന്നെ അല്ലാത്തോളോ? But she that make ashamed is as rottenness in his bones. അപ്പൊ നാണം കെട്ടവള് അസ്ഥിയെ തകർത്ത് കളയുന്ന. അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സ്ത്രീത്വമുള്ള ഒരു വശമുണ്ട്. എ ഫെമിനിൻ ആസ്പെക്ട് ഇൻ അവർ ലൈഫ്. സ്ത്രീ പുരുഷന്മാരുടെ ദേഹി അല്ലെങ്കിൽ സോൾ ഒരു വെർജിനാണ്. അതെവിടെയാണെന്നറിയാം എഴുതിയിരിക്കുന്നത്? സ്ത്രീ പുരുഷന്മാരുടെ എല്ലാ മനുഷ്യരുടെയും സോൾ ഒരു വെർജിനാണ്. ആ വെർജിനെ ജീസസ് വധുവാക്കും, ജീസസിന്റെ മണവാട്ടിയായിട്ട് മാറും. അപ്പൊ എപ്പോഴാണ് അത് സാധിക്കുന്നത്? അപ്പൊ നമുക്ക് എല്ലാവർക്കും യേശുവിന്റെ വധുവാകാനുള്ള ഒരു വിളിയുണ്ട്. സ്ത്രീപുരുഷ ഭേദമന്യേ സകലരുടെയും സോൾ ഒരു വെർജിനാണ്. ആ വെർജിനെ കർത്താവ് വിവാഹ നിശ്ചയം ചെയ്തിട്ടുണ്ട്. ഇനി കല്യാണം നടക്കുമ്പോൾ, കല്യാണം കഴിഞ്ഞാൽ ഈ മണവാട്ടി എവിടെ ഇരിക്കും? മണവാളന്റെ തലയിലിരിക്കും. ഇരിക്കണം. അങ്ങനെ നല്ല ഫ്യൂച്ചറുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ശരിയായിട്ട് കുരിശ് വഹിക്കാമെങ്കിൽ, ദൈവത്തെ പ്രസാദിപ്പിക്കാമെങ്കിൽ ഒരു കല്യാണം നടക്കും. ആ കല്യാണത്തിൽ ആ മണവാട്ടി സഭയുടെ അവയവങ്ങളായി നമുക്ക് ശോഭിക്കാൻ സാധിക്കും. അങ്ങനെ ദൈവത്തിന്റെ പ്രസാദം അവസാനം നമ്മളെ കർത്താവിന്റെ തലയെ കൊണ്ടേയിരിക്കും. ഇപ്പോഴെവിടാ? വളരെ ദൂരെയായിരിക്കും. അപ്പോൾ എപ്പോഴാണ് അങ്ങനെയൊരു ക്രൗണായി തീരുന്നെന്നുള്ള കാര്യം? ജീസസ് പോയ വഴിയെ ജീസസിന്റെ മണവാട്ടിയും പോകണം. ജീസസിനെ ഫോളോ ചെയ്യണം. ജീസസിന്റെ സ്പിരിറ്റ് വേണം. തിന്മയെ തള്ളി നന്മയെ തൊട്ടാൻ പ്രായമാകുന്നവരെ തൈരും കൊണ്ട് ഉപജീവിച്ചപ്പോഴാണ് ഈ ജീസസിന് ഇവനെന്റെ പ്രിയപുത്രനാണ് പിതാവിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. So our aim of our life is to get that certificate that we are beneficiary അല്ലെങ്കിൽ we are useful to men and pleasing to God എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം. അപ്പൊ ആ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം ജീവിച്ചിട്ടുണ്ട്? ഈ തിന്മയെ തള്ളി നന്മയെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും കൊണ്ട് ജീവിക്കുന്ന സമയമാണ് ഇപ്പോഴും. തിന്മയെ തള്ളണം, നന്മയെ കൊള്ളണം. Renounce evil and accept good. ഒരു പോരാട്ടത്തിൽ നടക്കേണ്ട കാര്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ തിന്മയെ തള്ളിയിട്ട് നന്മയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളിൽ പ്രസാദിക്കണമെങ്കിൽ യേശു പോയ വഴിയെ നമ്മൾ പോകണം.
അപ്പോൾ തൈരും തേനും കൊണ്ട് ഉപജീവിച്ചു എന്നാണ് പറയുന്നത്. അത് എങ്ങനെ എഴുതിയിരിക്കുന്നത്? തൈരിനും തേനും പറഞ്ഞിരിക്കുന്ന വാക്കെന്താ? ബട്ടർ ആൻഡ് ഹണി. അപ്പോൾ ബട്ടർ ആൻഡ് ഹണി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരു പതിവ് നമുക്കുണ്ടോ? എന്താണ് ഈ ബട്ടർ എന്ന് പറയുന്നത്? പാലിൽ നിന്നുണ്ടാകുന്നതാണ്. ഹണി എന്നുള്ളത് തേനീച്ച ഉണ്ടാക്കി തരുന്ന സാധനമാണ്. അപ്പം നമ്മുടെ ഹൃദയത്തിലെ ആലോചനകൾ തേനീച്ചകളെ പോലെ പർദീസായി പറന്നു നടക്കാമെങ്കിൽ വചനമാകുന്ന തേൻ കുടിക്കുന്ന ഒരു പൂമ്പാറ്റയായി നമുക്ക് മാറാൻ സാധിക്കും. അപ്പം നമ്മുടെ രാവും പോലുള്ള ജീവിതം വചനം ധ്യാനിക്കുന്നതായിരിക്കണം. വി ഹാവ് ടു മെഡിറ്റേറ്റ് ഡേ ആൻഡ് നൈറ്റ്. വാട്ട് അത് 1-ാം സങ്കീർത്തനത്തിലുണ്ട്. Psalms 1. നമ്മൾ ചെയ്യുന്നൊക്കെ സാധിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമ്മൾ വചനം രാവും പോലും ധ്യാനിക്കുകയും അത് തേനും തൈരും പോലെ ആസ്വദിക്കുകയും ചെയ്യണം. അപ്പോൾ അവർ ചർച്ച് ലൈഫ്, അവർ ക്രിസ്ത്യൻ ലൈഫ് ഇതൊക്കെ പറയുന്നു. 1-ാം സങ്കീർത്തനത്തിന്റെ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിച്ച് ദൈവപ്രസാദം നേടണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് തൈരും തേനും ഉണ്ടാക്കി ജീവിക്കുന്ന കാര്യം മറ്റൊരു ഭാഷയിൽ വായിച്ചാട്ടെ. 1 മുതൽ വായിച്ചു. Blessed is the man that walk not in the counsel of the ungodly, nor stand in the way of sinners, nor sit in the seat of the scornful. But his delight is in the law of the Lord, and in his law doth he meditate day and night. And he shall be like a tree planted by the rivers of water, that bring forth his fruit in his season. His leaf also shall not wither, and whatsoever he doth shall prosper. The ungodly are not so, but are like chaff, which the wind driveth away. Therefore the ungodly shall not stand in the judgment, nor sinners in the congregation of the righteous. For the Lord knoweth the way of the righteous, but the way of the ungodly shall perish. രാവും പോലും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അതിനെ ധ്യാനിക്കണം. തൈരും തേനും നമുക്ക് രുചികരമായ 2 ആഹാര സാധനമാണ്. രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ല രുചിയാണ്. നമ്മുടെ ജീവിതത്തിൽ തൈരും തേനും കൂടെ മിക്സ് ചെയ്ത് ആസ്വദിക്കുന്നത് പോലെ വന്ന വചനവും വരുന്ന വചനവും ഇണചേർത്ത് ചിന്തിക്കാൻ പഠിക്കണം. തൈരും തേനും ഹണിയും ബട്ടറും മിക്സ് ചെയ്ത് രുചികരമായി ച്യൂ ചെയ്യുന്ന പോലെ നമ്മൾ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വചനങ്ങൾ, വന്ന വചനങ്ങൾ വരുന്ന വചനങ്ങളും എല്ലാം തൈരും തേനും പോലെ മിക്സ് ചെയ്ത് ആസ്വദിക്കാമെങ്കിൽ നമുക്ക് ചെയ്യുന്നൊക്കെ സാധിക്കും. നമുക്ക് ഇതുവരെ സാധിക്കാതെ പോയ പല കാര്യങ്ങളുണ്ട്. പല നല്ല ആഗ്രഹങ്ങൾ ഇതുവരെ സാധിച്ചിട്ടില്ല. നമുക്കതിനകത്ത് അനുഭവമുണ്ട്. അത് നമുക്ക് പലവധി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകാം. അത് സാധിച്ചവർക്കോട് ജലസി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊന്നുമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം. നമ്മൾ വചനം മുഴുവനും തൈരും തേനും പോലെ ഭക്ഷിച്ച് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമായാൽ ചെയ്യുന്ന കാര്യമൊക്കെ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് വചനം മുഴുവൻ വായിക്കണം. കല്യാണം നടക്കാത്തവർ, ജോലി കിട്ടാത്തവർ, ജോലി ഇട്ടിട്ട് പോയവർ, കല്യാണം കഴിച്ചിട്ട് പിള്ളേരില്ലാത്തവർ, ജോലി പോയവർ, ഇവരെല്ലാം ചെയ്യേണ്ട എന്താ? വചനം ശരിക്ക് പഠിക്കാൻ ദൈവം തന്ന അവസരമാണ്. അത് ദൈവം തന്നൊരു ഇൻ്റർവെലാണെന്ന കാര്യം ഓർക്കണം. വചനം മുഴുവനും പഠിക്കണം. അതുകൊണ്ട് ഇണചേർത്ത് ചിന്തിക്കണം. അത് തൈരും തേനും പോലെ ആസ്വദിക്കണം. അപ്പോൾ ചെയ്യുന്നൊക്കെ സാധിക്കും. ഒരിക്കലും വാടുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ വാടിയെങ്കിൽ അതിൻ്റെ അർത്ഥം വി ആർ നോട്ട് റൂട്ടഡ് ഇൻ ജീസസ് എന്നാണ്. ജീസസിൽ എൻറൂട്ട് ചെയ്യാമെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുന്നത്. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 ആ കാര്യം. നമ്മൾ വിശ്വസിച്ച് വചനം രാവും പോലും ധ്യാനിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ ആവർത്തിച്ച് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. തൈരും തേനും എന്നും കഴിക്കണം. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുമൊക്കെ കഴിക്കണം. അത് ഉപജീവനത്തിന് നമ്മളെ ആഹാരപാനീയങ്ങൾ കഴിക്കുന്ന പോലെ വചനം രാവും പകലും ധ്യാനിക്കത്തക്ക തരത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 ആദ്യത്തെ 5-6 വാക്യങ്ങൾ വായിച്ചു നോക്കിയാൽ എപ്പോഴാണ് നമ്മൾ യേശുവിൻ്റെ തലയോട് ചേരുന്ന ഉടലായി തീരുന്നത്? How can we become a part of Jesus' body? Jesus is the head, church is the other part of the body. Colossians chapter 2, വായിച്ചാൽ. Colossians chapter 2. For I would that ye knew that great conflict I have for you and for them at Laodicea, and for as many as have not seen my face in the flesh, that their hearts might be comforted, being knit together in love, and unto all riches of the full assurance of understanding, to the acknowledgement of the mystery of God, and of the Father, and of Christ, in whom are hid all the treasures of wisdom and knowledge. And this I say, lest any man should beguile you with enticing words. For though I be absent in the flesh, yet am I with you in spirit, joying
and beholding your order and the steadfastness of your faith in Christ. And ye have therefore received Christ Jesus the Lord, so walk ye in him, rooted and built up in him, and established in the faith as ye have been taught, abounding therein with thanksgiving. എത്രാമത്തെ വാക്യം അത് വായിച്ചത്? 7-ാം വാക്യം. 6, 7 ഒന്നുകൂടെ വായിച്ചാട്ട്, ശ്രദ്ധിച്ചാട്ട്. As ye have therefore received Christ Jesus the Lord, so walk ye in him, rooted and built up in him. അപ്പോൾ ജീസസിൽ നമുക്ക് വേരൂന്ന്, നമ്മുടെ ഹൃദയത്തിന്റെ വേര് ജീസസിൽ എൻറൂട്ടഡ് ആയിരിക്കണമെന്നാണ് പറയാം. പിന്നെ നമ്മൾ ആവർത്തിക്കേണ്ട കാര്യം എന്തൊക്കെയാ? Established in faith as ye have been taught, abounding therein with thanksgiving. എല്ലാത്തിനും നന്ദി പറഞ്ഞ് രാവും പോലും വചനം ധ്യാനിച്ച് യേശുവിൽ വേരൂന്നാവെങ്കിൽ നമുക്ക് നല്ല പുഷ്പിച്ച് ഫലം കായ്ക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുന്നു. 33-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ അവരിൽ ദൈവം പ്രസാദിക്കുന്നു. ദൈവപ്രസാദം ലഭിക്കുവാൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വചനം രാവും പോലും ധ്യാനിച്ച് തൈരും തേനും കൊണ്ട് ഉപജീവിച്ച അനുഭവത്തിൽ ഒരിക്കലും പതറാതെ, ഒരിക്കലും നിരാശപ്പെടാതെ നമുക്ക് ദൈവരാജ്യത്തിലേക്ക് ധാരാളമായിട്ട് പ്രവേശിക്കാൻ സാധിക്കുമെന്ന് പറയുന്നു. 26-ന്റെ ആ വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. ഒന്നുകൂടെ വായിച്ചാട്ടി. 33-26. ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പിന്നെ He shall pray unto God, and he will be favorable unto him, and he shall see his face with joy, for he will render unto man his righteousness. അപ്പൊ തിരുമുഖത്തെ അവർ സന്തോഷത്തോടെ കാണും. അവർ മനുഷ്യനെ അവന് നീതി പകരം കൊടുക്കും. അവൻ മനുഷ്യരുടെ മുമ്പിൽ പാടി പറയുന്നത്, ഞാൻ പാപം ചെയ്ത നീതി മറിച്ചു കളഞ്ഞു, അതിനെന്നോട് പകരം ചെയ്തിട്ടില്ല. അപ്പൊ പാപമോചനത്തിന് നമ്മൾക്ക് വിധേയരാകുന്ന അവസ്ഥയാണ് ഈ കുർബാനയിലൂടെ സാധിക്കാൻ. ഇപ്പോൾ പാപമോചന പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. എപ്പോഴാണ് ഈ അനുഭവങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഈ വായിച്ചതിന് മുമ്പാ പറയുന്നത്. നമ്മൾ 25 തൊട്ട് അപ്പോൾ എങ്ങനെയാ ചോദിക്കുന്നത്? എങ്ങനെയാത് ആ വാക്യം? ദെൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് ചില കണ്ടീഷൻസ് ഉണ്ടാവും. എപ്പോഴാണ് ഈ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കുന്നത്? 22, 23, 24 വാക്യങ്ങൾ വായിക്കണം. യോബ് 33-ന്റെ 22 ഓൺവേർഡ്സ് ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യണം. എന്തൊക്കെയാണ്? വായിച്ചു. Yea, his soul draweth near unto the grave, and his life to the destroyers. If there be a messenger with him, an interpreter, one among 1,000, to shew unto man his uprightness, then he is gracious unto him, and said deliver him from going down to the pit. I have found a ransom. അപ്പൊ അവന്റെ പ്രാണൻ ശവക്കുഴിക്കും അവന്റെ ജീവൻ നാശരന്മാർക്കും അടുത്തിരിക്കുന്നു. മനുഷ്യരുടെ അവന്റെ അധർമ്മം അറിയിക്കേണ്ടതിന് 1000-ൽ മധ്യസ്ഥനായ ഒരു ദൂതൻ അവന് വേണ്ടി ഉണ്ടായിരുന്നെങ്കിൽ അവനവനോട് കൃപ വിചാരിച്ച് കുഴിയിലിറങ്ങാതെ അവനെ രക്ഷിക്കണമേ, ഞാനൊരു വീണ്ടെടുപ്പ് പോലെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴാണ് ശരീരം അവനെ പുതുക്കുമ്പോട്ട് വരും. അപ്പൊ നമുക്ക് മധ്യസ്ഥരായിട്ട് ഒരാളുണ്ടെങ്കിൽ, യേശു അതുകൊണ്ടാണ് മധ്യസ്ഥനായി വന്നത്. യേശു മാത്രമാണ് മധ്യസ്ഥൻ എന്ന് പറയുന്നത്. എവിടെയാണെന്നറിയാവോ? 1 തിമോത്തി 2-ാം അധ്യായത്തിലുണ്ട്. യേശു ആകുന്ന മധ്യസ്ഥൻ നമുക്ക് അനേക മധ്യസ്ഥരെ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കിട്ടിയിരിക്കുന്ന മധ്യസ്ഥൻ ആരാ? യേശു. അതെവിടെയാ? 1 കൊരിന്ത്യർ 1 തിമോത്തിയോസ് 2-ാം അധ്യായം. 1 തിമോത്തി 2-ന്റെ ആദ്യത്തെ ചില ഭാഗങ്ങളിൽ യേശുവാണ് നമുക്കായി പിതാവ് നൽകിയിരിക്കുന്ന ഒന്നാമത്തേതും ഏറ്റവും വലിയതായ മധ്യസ്ഥൻ. ആ മധ്യസ്ഥനായ യേശു മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്തിരിക്കുമ്പോൾ തന്റെ ശിഷ്യന്മാരെ ആ വേല ഏൽപ്പിച്ചു. പരിശുദ്ധ മാതാവിനെ ആ പണി ഏൽപ്പിച്ചു. 70 അറിയിപ്പുകാരെ ആ പണി ഏൽപ്പിച്ചു. ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മളെ ആ പണി ഏൽപ്പിച്ചിരിക്കുക. ഇത്രയും വലിയ പദവിയുള്ളതാണ് നമ്മുടെ ജീവിതം. 1 തിമോത്തി ചാപ്റ്റർ 2-ലെ മധ്യസ്ഥന്റെ കാര്യം എത്രാമത്തെ? 5th വായിച്ചാണ്. 1 തിമോത്തി 2-ന്റെ 5. For there is one God and one mediator between God and men, the man Christ Jesus. അപ്പൊ ജീസസ് ക്രൈസ്റ്റ് ആണ് ആദ്യമായി പിതാവായ ദൈവത്തിനെ നമുക്ക് സമ്മാനിച്ച മധ്യസ്ഥൻ. ഈ ഇയ്യോബിന്റെ പുസ്തകത്തിൽ പ്രവചിച്ചിരിക്കുന്ന മധ്യസ്ഥൻ ജീസസ് ആണ്. ജീസസ് ആ പണി 33 കൊല്ലം കൊണ്ട് ചെയ്തു. മനുഷ്യരുടെ പാപശാപങ്ങളെല്ലാം തന്റെ മേൽ ആക്കി. എന്നിട്ട് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരുന്നു, ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി, ഞാൻ ചെയ്ത പണിയെല്ലാം നിങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. ഇന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ ആ പണിയാണ് ചെയ്യേണ്ടത്, അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ആത്മാവിൽ നിറയാമെങ്കിൽ ആ കർത്താവും 12 അപ്പോസ്തലന്മാരും 70 അറിയിപ്പുകാരും
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളിലെ വിശുദ്ധന്മാരും ചെയ്ത പണി 21-ാം നൂറ്റാണ്ടിലെ നമ്മളിൽ കൂടെ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത്രയ്ക്ക് വളരെ വലിയ ജോലി നമുക്കുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ മധ്യസ്ഥരുടെ പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, ആർക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്നോ, ആർക്കു വേണ്ടി ജാമ്യം നിൽക്കുന്നോ, അവരുടെ കടവും അവരുടെ ഭാരവും ചാവില്ല വിടുന്നവർ വരും. ആർക്കു വേണ്ടിയാലും ജാമ്യം നിന്നാലും കുഴപ്പമെന്നറിയാം. ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുമ്പോഴേ ജാമ്യം നിന്നാൽ അവരവരുടെ പണിക്ക് അങ്ങ് പോകും. പിന്നെ നമ്മുടെ വസ്തു എടുത്തോണ്ട് പോകും. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് അങ്ങനെ ഒരു ഗുണം കിട്ടും. എന്താ, മറ്റുള്ളവരുടെ ഭാവശാപം ഏറ്റുവാങ്ങി അവര് ദരിദ്രരാകാനും ക്ഷീണിതരാകാനും രോഗികളാകാനും ഭയങ്കര പ്രതിഫലമുണ്ട് അതിന് കേട്ടോ. അപ്പൊ യേശു ഇങ്ങനെ അനേകരുടെ ഭാവശാപങ്ങൾ വെച്ച് മധ്യസ്ഥനായപ്പോൾ തനിക്ക് സംഭവിച്ച കാര്യം തനിക്ക് നേട്ടം എന്നാന്ന് പറഞ്ഞാൽ ഐസായ 53 ആ കാര്യം എഴുതിയിട്ടുണ്ട്. യേശു ആദ്യമായി മധ്യസ്ഥനാകുമ്പോൾ തനിക്ക് എന്തെല്ലാം ലഭിക്കും എന്നുള്ള കാര്യം ഐസായ തന്നെ കണ്ടിട്ടുണ്ട്. ഐസായ ചാപ്റ്റർ 53 ഒന്ന് വായിക്കാവോ? ഐസായ ചാപ്റ്റർ 53 വിശുദ്ധരുടെ ജീവിതം നയിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടവും ലാഭവും. നഷ്ടമെല്ലാം ഇൻഷുറൻസ് കമ്പനി നേതൃത്വം തരും. LIC ഓഫ് ഹെവനിൽ സ്വർഗത്തിലെ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറഡ് ആണെങ്കിൽ നഷ്ടത്തിനെല്ലാം നഷ്ടപരിഹാരം കിട്ടും. LIC ഓഫ് ഹെവൻ കേട്ടിട്ടുണ്ടോ? ഇൻഷുർ ചെയ്തേക്കട്ടെ. LIC ഓഫ് ഹെവന്റെ അഡ്വർടൈസ്മെന്റ് വായിച്ചിട്ടുണ്ടോ? LIC ഓഫ് ഹെവന്റെ അഡ്വർടൈസ്മെന്റ് പിന്നെ വായിക്കാൻ പോവാ. ഇപ്പൊ വായിച്ചാട്ട് ആദ്യം യേശു നല്ലൊരു മധ്യസ്ഥനായി ജാമ്യക്കാരനായി പിതാവ് നമുക്ക് വേണ്ടി നൽകപ്പെട്ടപ്പോൾ തനിക്ക് എന്തെല്ലാം അനുഭവങ്ങൾ വന്നു അതെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്കും വരും കേട്ടോ. പേടിക്കണ്ട, ഇൻഷുർ ചെയ്തതായതുകൊണ്ട് വിവരം റിപ്പോർട്ട് ചെയ്താൽ നഷ്ടപരിഹാരം കിട്ടും. വായിച്ചാട്ടെ. വായിച്ചാട്ട് ഐസായ 53 വായിച്ചാട്ട്. Isaiah chapter 53. Who hath believed our report, and to whom is the arm of the Lord revealed? For he shall grow up before him as a tender plant, and as a root out of a dry ground. He hath no form nor comeliness, and when we shall see him, there is no beauty that we should desire him. He is despised and rejected of men, a man of sorrows and acquainted with grief, and we hid as it were our faces from him. He was despised, and we esteemed him not. Surely he hath borne our griefs and carried our sorrows, yet we did esteem him stricken, smitten of God, and afflicted. But he was wounded for our transgressions, he was bruised for our iniquities. ഇപ്പൊ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് എന്തുണ്ടാവും? മുറിവുകളുണ്ടാവും, പിന്നെ രോഗം ഉണ്ടാവും, പിന്നെ എന്നാ വരും? കേട്ടെ, ഒന്നുകൂടെ വായിച്ചേട്ടെ. But he was wounded for our transgressions, he was bruised for our iniquities. The chastisement of our peace was upon him, and with his stripes we are healed. All we like sheep have gone astray, we have turned everyone to his own way, and the Lord hath laid on him the iniquity of us all. He was oppressed and he was afflicted, yet he opened not his mouth. He is brought as a lamb to the slaughter, and as a sheep before he shears his dumb, so he opened not his mouth. He was taken from prison and from judgment, and shall declare his generation, for he was cut out of the land of the living. For the transgression of my people was he stricken. And he made his grave with the wicked and with the rich in his death, because he had done no violence, neither was any deceit in his mouth. Yet it pleased the Lord to bruise him. He hath put him to grief. When thou shalt make his soul an offering for sin, he shall see his seed, he shall prolong his days, and the pleasure of the Lord shall prosper in the hand. He shall see of the travail of his soul, and shall be satisfied by his knowledge. Shall my righteous servant justify men, for he shall bear their iniquities. Therefore will I divide him a portion with the great, and he shall divide the spoil with the strong, because he hath poured out his soul unto death, and he was numbered with the transgressors, and he bare the sin of many, and made intercession for the transgressors. 10-ാം വാക്യം മുതൽ 53 ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെ കെടുതികൾ ശരിക്ക് സഹിച്ച് അതെല്ലാം സ്വതന്ത്രത്തോടെ സ്വർഗത്തിലെ ഇൻഷുറൻസ് കമ്പനി അറിയിച്ചാൽ അതിനെല്ലാം നഷ്ടപരിഹാരം കിട്ടും. ആ വലിയ പ്രത്യാശയോടെ നമ്മൾ കർത്താവും അപ്പോസ്തലന്മാരും വിശുദ്ധന്മാരും സഹിച്ച കഷ്ടങ്ങളുടെ ബാക്കി പൂരിപ്പിക്കേണ്ടി വരും. എങ്കിലേ നമുക്ക് മണവാട്ടിയാകാനൊക്കെ ഉള്ളൂ. മണവാളിന് കിട്ടിയ അനുഭവത്തിൻ്റെ ഒരു കൊച്ചു പങ്കെങ്കിലും നമുക്ക് കിട്ടിയെങ്കിലേ കർത്താവിനോട് ജീവിത പങ്കാളി എന്ന് പറഞ്ഞു ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അത് അങ്ങനെ ഈ കഷ്ടം സഹിക്കുന്നവർക്ക് കൊടുത്തിരിക്കുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളത് 10 തൊട്ട് എഴുതിയിരിക്കുന്നു. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി അവനെ കഷ്ടത വരുത്തി അവൻ്റെ പ്രാണനൊരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും
ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധ്യമാകുകയും ചെയ്യും. അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ ഒത്തിരി മക്കളെ കിട്ടുമെന്നാവട്ടെ. ധാരാളം മക്കൾ വേണോ? ബുക്ക് ചെയ്തു. 1, 2 നിർത്തിയേക്കരുത്. കല്യാണം കഴിക്കുന്നവർക്ക് ഒരു 12 എണ്ണമെങ്കിലും വേണോ? അങ്ങനെ ധാരാളം മക്കളെ തന്നിട്ട് അവരെല്ലാം മിടുമിടുക്കരായിരിക്കും. അവരെ പോറ്റാനുള്ള കഴിവും കൂടെ കർത്താവ് തരും എന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നവർക്ക് ഒത്തിരി ആത്മീയ മക്കളെ കിട്ടും, ശാരീരിക മക്കളെ കിട്ടും, പലതരത്തിലുള്ള മക്കളെ കിട്ടും. ആ മക്കളെ കൊണ്ട് നമുക്ക് അവസാനം ആനന്ദിക്കാൻ സാധിക്കും. അപ്പോൾ ഫാമിലി പ്ലാനിങ് നടത്തിയവർക്ക് വേണം റീ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. വേണമെങ്കിൽ മക്കളെ വേണമെങ്കിൽ ഇനിയും നമുക്ക് വാങ്ങിക്കാൻ സാധ്യത കിടപ്പുണ്ടെന്നുള്ള കാര്യം ഡോക്ടറുമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ അറിയാതെ അങ്ങ് ചെയ്തു പോയതാ. ഞങ്ങൾക്ക് ഇനിയും മക്കളെ വേണമെന്ന് പറഞ്ഞാൽ റീ ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടി ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെ എന്തൊക്കെ കിട്ടും? സന്തതിയെ കിട്ടും, ദീർഘായുസ് പ്രാപിക്കും, യഹോവയുടെ ഇഷ്ടം അവിടെ കയ്യാൽ നടപ്പിലാകുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തരാകും. നീതിമാനായ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങൾ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോട് ഓഹരി കൊടുക്കും കേട്ടോ. മഹദി മഹാന്മാരുടെ കൂട്ടത്തിൽ പുതിയ എൻറോൾമെന്റ് കിട്ടും. മഹദി മഹാന്മാരായിട്ട് നമുക്ക് പ്രമോഷൻ കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. കാരണം പിശാചിനെ ചവിട്ടി മെതിച്ചു കഴിഞ്ഞാൽ അവൻ മോഷ്ടിച്ച് മുഴുവൻ തിരിച്ചെടുക്കാൻ സാധിക്കും. പിശാചാകുന്ന കള്ളൻ ദൈവമക്കളുടെ അനുഗ്രഹങ്ങൾ മോഷ്ടിച്ചിട്ട് അവൻ ഇങ്ങനെ വീങ്ങിപ്പൊറങ്ങിച്ചിരിക്കും. ചവിട്ടി മെതിച്ച് അവൻ അപഹരിച്ചെടുത്തിരിക്കുന്ന എല്ലാ കൊള്ള മുതലും തിരികെടുത്ത് അനേകരുമായി പങ്കിടാൻ സാധിക്കുമെന്നാണ് പറയും. അപ്പം അങ്ങനെയാണ് ഏറ്റവും ലാഭകരമായ പരിപാടി ഇതാണ് മധ്യസ്ഥ പ്രാർത്ഥന. സഹിക്കാൻ റെഡിയാകണമെന്നുള്ള കാര്യമുള്ളൂ. അപ്പോൾ എന്തെന്നാൽ അവൻ തന്നെ പ്രാണനെ മന്നത്തിലേക്ക് ഒഴുക്കിക്കളയുന്നു. അതിക്രമക്കാരോട് അവൻ എണ്ണപ്പെടും. എങ്കിലും അനേകരുടെ പാപങ്ങൾ അവൻ ചുമക്കുകയും അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയും ചെയ്യും. ഇങ്ങനെ വലിയ അനുഗ്രഹിക്കപ്പെട്ട വലിയ പദവിയിലാണ് ഇത് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിന് കഴിഞ്ഞ കാലങ്ങളിലായ പാപശാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മളെ വീണ്ടെടുത്ത് നമ്മളെ ആ പദവിയിലേക്ക് എൻറോൾ ചെയ്യാൻ തക്കവണ്ണം സ്വർഗത്തിലെ ഇൻഷുറൻസ് കമ്പനിയുടെ ആ അഡ്വർടൈസ്മെന്റും കൂടെ വായിച്ചുകൊണ്ട് നമ്മൾ പുസ്തക പ്രാപിച്ച് കുർബാനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ആവർത്തനം 33-ന്റെ 26-27 വാക്യം. ഡ്യൂട്രോണമി 33-ന്റെ 26-27 വാക്യം. LIC ഓഫ് ഇന്ത്യയുടെ അടയാളം എന്താ? LIC ഓഫ് ഇന്ത്യ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഇൻഷുർ ചെയ്യുന്ന അന്നേരം തൊട്ട് പ്രീമിയം അടയ്ക്കുന്നിടത്തോളം കാലം നഷ്ടപരിഹാരം കിട്ടും. പുറയിലത്തെ ഒന്നും കിട്ടിയില്ല. LIC ഓഫ് ഹെവൻ ആണെങ്കിൽ പൂർവ്വകാല പ്രാബല്യത്തിൽ നഷ്ടപരിഹാരം കിട്ടും. നമുക്കും നമ്മുടെ ആദാമിന്റെ കാലം വരെയുള്ള പൂർവികരുടെ കടവും കൂടെ വീട്ടിൽ തരും. അങ്ങനെയാണെന്ന് ഇൻഷുർ ചെയ്തേക്കട്ടെ. പ്രീമിയം അടയ്ക്കാൻ പോകും. ഇന്നത്തെ കുർബാന പ്രീമിയം അടയ്ക്കലാണ്. എന്താ വായിച്ചോ? 26-27. There is none like unto the God of Jeshurun, who write upon heaven in thy health, and in his excellency on the sky. The eternal God is thy refuge. Eternal God is our refuge. And underneath are the everlasting arms. അപ്പൊ പുരാതനായ ദൈവം നിന്റെ സങ്കേതമാണ്, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടെന്നാണ്. അപ്പൊ LIC ഹെവനിൽ ഇൻഷുർ ചെയ്യുന്നവരെ കർത്താവ് കൈവെള്ളയെ കൊണ്ട് നടക്കും. എന്താ? കയ്യിലായിരിക്കും. അവരുടെ ജീവകാലത്ത് അവരുടെ കുടുംബത്തിന്റെ മുഴുവൻ നഷ്ടപരിഹാരവും കൊടുത്തിരിക്കും. അങ്ങനെയാണ് LIC ഹെവനിൽ മാമോദിസയിലും ഇൻഷുർ ചെയ്തതാണ്. പക്ഷെ പ്രീമിയം അടയ്ക്കാഞ്ഞതുകൊണ്ടെല്ലാം ലാപ്സായിട്ട് പോയിരിക്കുക. അതുകൊണ്ട് കുടിശ്ശിക തീർത്ത് LIC ഓഫ് ഹെവന്റെ ആനുകൂല്യങ്ങൾ ഇന്ന് വാങ്ങിക്കാൻ പോവുകയാണ്. അതിന്റെ ആ കുടിശ്ശിക അടയ്ക്കേണ്ട, പ്രീമിയം അടയ്ക്കേണ്ട ബാങ്കിന്റെ കൗണ്ടറാണിത്. ഏതാ? കുർബാന ഓൾട്ടർ എന്ന് പറയുന്നത് കുടിശ്ശിക അടയ്ക്കാനുള്ള ഓൾട്ടറാണ്. അതിന്റെ കൗണ്ടറാണ്. അതെവിടെ എഴുതിയിരിക്കുന്നത്? 29 സാം 29-ൽ സമാധാനം എന്നൊരു ശക്തി ഇങ്ങോട്ട് കിട്ടണമെങ്കിൽ നമുക്കുള്ള ശക്തി അങ്ങോട്ട് കൊടുക്കണമെന്നാണ്. അതിപ്പോൾ ചെയ്യാൻ പോവുക. 29-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. Give unto the Lord, O ye mighty, give unto the Lord glory and strength. Glory and strength ആണ് പ്രീമിയമായിട്ട് കൊടുക്കേണ്ടത്. ആ ഗ്ലോറി സ്ട്രെങ്തും അങ്ങോട്ട് കൊടുത്താൽ അത് ഈ ഓട്ടറിന്റെ ഈ കൗണ്ടറിൽ കൂടെ മുകളിലേക്ക് അങ്ങ് പോകും. സ്വർഗത്തിൽ നിങ്ങളുടെ പാസ്ബുക്കിൽ അത് എൻ്റർ ചെയ്യും. പോകാൻ നേരത്തെ സമാധാന ശക്തി തന്നു വിടും. വേണോ? 11-ാം വാക്യം കൂടെ വായിച്ചാട്ട്. 29-11. The Lord will strengthen unto his people. God will strengthen the people. The Lord will bless his people with peace. അപ്പൊ പീസ്, സ്ട്രെങ്ത്, ബ്ലെസ്സിങ്, ഇതാണ് ഈ കമ്പനി നമുക്ക് തരാൻ പോകും. അപ്പൊ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് നഷ്ടവും കഷ്ടവും സങ്കടവും വീഴ്ചയും ഒക്കെ റിപ്പോർട്ട് ചെയ്താൽ മതി. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് വീണവർക്ക് കൊണ്ടുതിരിപ്പുണ്ട്, മുട്ടുപൊട്ടിയവരുണ്ട്, തളർന്നവരുണ്ട്, ക്ഷീണം വന്നവരുണ്ട്. അവരെല്ലാം റിപ്പോർട്ട് മുകളിലോട്ട് കൊടുക്കാൻ പോവുകയാണ്. അതിനെല്ലാം നഷ്ടപരിഹാരം കിട്ടും. അത് ആഗ്രഹിക്കുന്നവർക്ക് എഴുന്നേൽക്കാം. അവർക്കിപ്പോൾ സ്വയ പ്രാർത്ഥന അബ്സല്യൂഷൻ പ്രയർ നടത്തി വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്.
നമ്മുടെ മഹത്വ ശക്തിയും കൗണ്ടറിലൂടെ സ്വർഗത്തിലെ ബാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മുമ്പോട്ട് വരാം. വിശുദ്ധന്മാർക്ക് യോഗ്യമാംവിധം കർത്താവിന്റെ നാമത്തിൽ അവളെ കൈക്കൊണ്ട് അവൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായ ഏത് കാര്യത്തിലും സഹായിക്കേണ്ടതിന് തന്നെ എനിക്ക് മറ്റനേകർക്ക് അവൾ സഹായിയായിരുന്നു. യേശുവിൽ എന്റെ കൂട്ടുവേലക്കാരായ പ്രിസ്കയെയും അഖിലാവിനെയും വന്ദനം ചെയ്യുവേൻ. അവർ എന്റെ പ്രാണന് വേണ്ടി തങ്ങളുടെ കഴുത്ത് വച്ചു കൊടുത്തവരാകുന്നു. അവർക്ക് ഞാൻ മാത്രമല്ല, ജാതികളുടെ സകല സഭകളും അവരോട് നന്ദി പറയുന്നു. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുവേൻ. ആസിയിൽ ക്രിസ്തുവിന് ആദ്യഫലമായവനും എനിക്കും പ്രിയനുമായ എപ്പൈനാസ്തോസിന്റെ വന്ദനം ചൊല്ലുവേൻ. നിങ്ങൾക്കായി വളരെ അധ്വാനിച്ചവരായ മറിയയ്ക്ക് വന്ദനം ചൊല്ലുവേൻ. ബന്ധുക്കളും എന്നോടൊപ്പം തടവിൽ ഉണ്ടായിരുന്നവരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചൊല്ലുവേൻ. അവർ അപ്പൊസ്തലന്മാരിൽ മികച്ചവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. കർത്താവിൽ എനിക്കും പ്രിയ അംബ്ലിയോത്തോസിനും വന്ദനം ചൊല്ലുവേൻ. ആമേൻ. ആഹായി പറക്കുമോ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിന്റെ 7 മുതൽ 14 വരെ. യോഹന്നാൻ 14ന്റെ 7 മുതൽ. നിങ്ങൾ എന്നെ അറിഞ്ഞുവെങ്കിൽ എന്റെ പിതാവിനെയും അറിയുമായിരുന്നു. ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് അവനോട്, കർത്താവേ, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞു, ഞാൻ ഇത്രയും കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും ഫിലിപ്പോസേ, നീ എന്നെ അറിയുന്നില്ലയോ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. വീണ്ടും പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണമെന്ന് നീ പറയുന്നത് എങ്ങനെ? ഞാൻ പിതാവിലും പിതാവിനിലും ആകുന്നുവെന്ന് നീ വിശ്വസിക്കുന്നില്ലയോ? ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം എന്റെ സ്വന്തമല്ല, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് എന്റെ പ്രവൃത്തികൾ ചെയ്യുന്നതത്രേ. ഞാൻ പിതാവിലും പിതാവിനിലും ആകുന്നുവെന്ന് ഞാൻ പറയുന്നത് വിശ്വസിക്കുവേൻ, അല്ലെങ്കിൽ പ്രവൃത്തികൾ നിമിത്തം തന്നെ വിശ്വസിക്കുവേൻ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അവരിൽ വലുതും അവൻ ചെയ്യും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ എന്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് എന്തും ഞാൻ ചെയ്തു തരും താനല്ലേ ചെയ്തു. നിങ്ങൾക്കെല്ലാവർക്കും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. നമ്മളിന്ന് കേട്ടതായ തിരുവചന പ്രകാരം യാചിക്കാൻ പോകുന്ന കാര്യം എന്താണോ? എന്തിനു വേണ്ടിയാണ് യാചിക്കാൻ പോകുന്നത്? ദൈവപ്രസാദം ലഭിക്കത്തക്കവണ്ണം തിന്മയെ തള്ളി നമ്മെ തീർക്കാൻ പ്രായമാകുന്നവരെ തൈരും തേരും കൊണ്ട് ജീവിച്ച് യേശുവിനെ അനുഗമിപ്പാൻ ഇവൻ എൻ്റെ പ്രിയപുത്രനാൻ, ഇവൾ എൻ്റെ പ്രിയപുത്രിയാണെന്നുള്ള ശബ്ദം കേൾക്കണം. ഈ ആരാധനയിൽ നിങ്ങൾക്കത് വ്യക്തിപരമായി കേൾക്കാൻ സാധിക്കുമോ? പരസ്യമായി കേൾക്കാൻ സാധിക്കുമോ? അത് കഴിഞ്ഞ് മാത്രമേ നമുക്ക് നല്ല ഭാവിയുള്ളൂ. അപ്പോൾ ദൈവകോപം മാറി ദൈവപ്രസാദം നേടാൻ വേണ്ടിയുള്ള വഴി നമ്മൾ അന്വേഷിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ വിശ്വാസ പ്രമാണത്തിൽ പിതാവിലും പുത്രനുള്ളതായ വിശ്വാസം പുതുക്കി, ഇനിയും പരിശുദ്ധാത്മാവിലും സഭയിലുള്ളതായ വിശ്വാസം പുതുക്കി ദൈവപ്രസാദം നേടുവാൻ തിന്മയെ തല്ലി നിലനിൽക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും ഉപജീവിച്ച് യേശുവിനെ അനുഗ്രഹിക്കാനുള്ളത് യാചിക്കാം. ഈ കാര്യം നിങ്ങളെ വേണ്ടവരെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പുരോഹിതന്മാരായ ഞങ്ങൾ നിങ്ങൾ ക്ഷമ ചോദിക്കുകയാണ്. നമുക്ക് അന്യോന്യം ക്ഷമ ചോദിച്ച് ക്ഷമ കൊടുത്ത് ദൈവമേ, ഞങ്ങളുടെ ഇന്നത്തെ ഈ വരവ്, ഞങ്ങൾ ഈ സങ്കേതഭവനത്തിലുള്ള ആരാധന നിനക്ക് പ്രസാദകരമാകണം. ദൈവം പ്രസാദിക്കുന്നവർക്ക് ദൈവം അറിവും ജ്ഞാനവും സന്തോഷം കൊടുക്കുമെന്ന് സഭാപ്രസംഗിൽ ഒരു പുസ്തകമുണ്ട്, ഒരു വചനമുണ്ട്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ജ്ഞാനവും ഉയരത്തിലെ ജ്ഞാനവും അറിവും സന്തോഷവും കൊണ്ട് മാത്രം നമുക്ക് കിട്ടുന്ന ബലമുണ്ട്. ആ ബലം കൊണ്ട് മാത്രം നമുക്ക് പരാജയപ്പെടുത്താൻ സാധിക്കുന്ന തിന്മയുടെ ശക്തികളുണ്ട്. ആ ബോധത്തോടെ നമുക്ക് യാചിക്കാം. സഹോദരി സംഘങ്ങളെ, മാതാക്കളെ, ഗുരുക്കന്മാരെ ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുർബാന അംഗീകരിക്കപ്പെടുക എന്നുള്ളവർ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ
വിശുദ്ധ റൂഹായ്ക്ക് സ്തുതി യാതൊരു നീക്കം തന്നെ. ആമേൻ. മെയ് മാസം 17-ാം തീയതി അപ്പോസ്തലനായ പൗലോസിൻ്റെ പ്രിയപ്പെട്ട രണ്ടുപേരെ റോമർ 16-ാം അധ്യായത്തിൽ ഓർത്തവരെ നമ്മൾ ഓർക്കുകയാണ്. എൻ്റെ ബന്ധുക്കളും എന്നോടൊപ്പം തടവിലുണ്ടായിരുന്നവരുമായ അന്ത്രോനിക്കോസിനും യൂനിയാവിനും വന്ദനം ചെയ്യുക. അവർ അപ്പോസ്തലന്മാരിൽ മികച്ചവരും എനിക്ക് മുമ്പേ ക്രിസ്തുവിൽ വിശ്വസിച്ചവരുമാകുന്നു. ഇവരുടെ പ്രത്യേകത എന്താണ്? പൗലോസ് മാനസാന്തരപ്പെടുന്നതിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ വേല ചെയ്തവരാണ് ഇവർ. അവർ പൗലോസിൻ്റെ ബന്ധുക്കളായിരുന്നു. തടവിൽ ഈ പൗലോസിൻ്റെ കൂടെ കൂട്ടുവേല ചെയ്യാൻ അവിടെ ചെന്നവരാണെന്ന് പറയും. ആ രണ്ടുപേരുടെ ഓർമ്മ പെരുന്നാൾ നടത്താൻ അവരിവിടെ എത്തിയിട്ടുണ്ട്. അവർ കർത്താവിൻ്റെ വചനം മുഴുവൻ വിശ്വസിച്ച് പൗലോസിൻ്റെ ബന്ധു എന്ന നിലയിലും പൗലോസിൻ്റെ കഷ്ടങ്ങളിൽ പങ്കാളികളായവരെന്ന നിലയിലും സഭയുടെ മുഴുവൻ വന്ദനം അറിയിക്കുന്നവരാണെന്നാണ് പറഞ്ഞത്. അവർ അപ്പോസ്തലന്മാരിൽ മികച്ചവരും എനിക്കും ക്രിസ്തുവിൽ മുമ്പേ വിശ്വസിച്ചവരുമാണെന്ന് പറയുന്നു. അങ്ങനെ ആ 70 അറിയിപ്പുകാരും ഇന്ന് നമ്മളെ ആരെയും ഓർക്കുന്ന ആ 2 അറിയിപ്പുകാരും ഇവിടെ നമ്മളെത്തിയിരിക്കുകയാണ്. അവരോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ സമയം ഇന്ന് കേട്ടതായ വചനപ്രകാരം എൻ്റെ പ്രിയപുത്ര, എൻ്റെ പ്രിയപുത്രി, എനിക്ക് നിന്നോട് പ്രസാദമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കണം. അതിനുവേണ്ടി കേട്ട വചനങ്ങൾ ഇപ്പോൾ പ്രാർത്ഥനയാക്കി മാറ്റാൻ പോവുകയാണ്. നിങ്ങൾ ആ ത്രോണോസിൽ എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക. ഉയർത്തെഴുന്നേറ്റ് യേശു കൈകൾ ഉയർത്തി നമ്മളെ അനുഗ്രഹിക്കുന്ന ആ പടം കാണുക. കർത്താവ് വിശുദ്ധ കുർബാനയിലൂടെ എഴുന്നള്ളി സിംഹാസനത്തിലിരിക്കുന്നു. ആ സിംഹാസനത്തിലിരിക്കുന്നവനായ കർത്താവ് നമ്മളെ വ്യക്തിപരമായി വിളിക്കണം, പേര് ചൊല്ലി വിളിക്കണം. എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, എനിക്ക് നിന്നെ പ്രസാദമാണ്, നിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സാധിച്ചു തരാമെന്നുള്ള വാക്ക് കേൾക്കാൻ വേണ്ടിയാണ്. പല സങ്കടങ്ങളും ദുഃഖങ്ങളുമായി പലരും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ സങ്കടവും ദുഃഖം മാറ്റേണ്ടത് കർത്താവാണ്. അതിന് കർത്താവിൻ്റെ പ്രസാദം നേടണം. കർത്താവിൻ്റെ പ്രസാദം നേടണമെങ്കിൽ കർത്താവ് ചെയ്തതുപോലെ തിന്മയെ നന്മയെ തിരഞ്ഞെടുക്കാൻ പ്രായമാകുന്നവരെ തൈരും തേനും കൊണ്ട് ഉപജീവിക്കണം. നമുക്ക് വചനത്തെ തൈരാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? സ്വർഗത്തിലെ പർദീസായിലെ ബോധവിചാരഹൃദയമുള്ള ഉയർന്നു നിന്നിട്ട് പൂമ്പാറ്റകളെ പോലെ പർദീസായിലെ പൂന്തോട്ടത്തിൽ നിന്ന് തേൻ നുകരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് നമ്മുടെ ഹൃദയത്തിൻ്റെ അറകളിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ വചനം തേൻ പോലെയും തൈര് പോലെയും ആസ്വദിച്ചിട്ട് ചെയ്യുന്നൊക്കെ സാധിക്കുന്ന വാക്യം എത്തിച്ചേരാൻ സാധിച്ചു. വന്നിരിക്കുന്ന എല്ലാവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് 3 പേര് പ്രാർത്ഥിക്കും. ആദ്യമായി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന, ഇംഗ്ലീഷ് മാധ്യമത്തിൽ പഠിക്കുന്നവർക്ക് വേണ്ടി ഇംഗ്ലീഷ് ബൈബിൾ വായിച്ച ആൾ തന്നെ പ്രാർത്ഥിക്കാമെന്ന് ചോദിക്കുകയാണ്. കേട്ട വചനം പ്രാർത്ഥനയാക്കി മാറ്റണം. അത് കഴിഞ്ഞാൽ കേൾവിക്കാരുടെ പ്രതിയായി, സഹോദരിമാരുടെ പ്രതിയായിട്ട് ഒരാൾ പ്രാർത്ഥിക്കും, സഹോദരന്മാരുടെ പ്രതിയായിട്ട് മറ്റൊരാൾ പ്രാർത്ഥിക്കും. നമുക്ക് 12 മണി വരെ സമയമുണ്ട്. 20 മിനിറ്റ് സമയമുണ്ട്. 20 മിനിറ്റ് 3 പേർക്കായിട്ട് തരികയാണ്. 12 മണിയാകുമ്പോൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് നമ്മൾ പിരിയും. ഈ ലാക്കോടുകൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇന്നത്തെ സന്ദേശം കേട്ടവർക്ക് പ്രതികരിച്ചുകൊണ്ട് ഇംഗ്ലീഷിൽ ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാം. എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാകാൻ അന്യഭാഷ നല്ലവരുണ്ടായാൽ മതി കേട്ടോ. ഇംഗ്ലീഷ് അറിയാൻ മേലാത്തവർ ശ്രദ്ധിച്ചു. അന്യഭാഷ നല്ലവരെന്ന് ജ്വലിപ്പിച്ചിരിക്കുന്നു. ആരേത് ഭാഷയെ പ്രസംഗിച്ചാലും വാദിച്ചാലും ദൈവാത്മാവ് നിങ്ങളുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ പോവുകയാണ്. നമുക്ക് പ്രാർത്ഥന കേൾക്കാം. പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ, സഹായം നൽകുക എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക എൻ്റെ മഹാപനത്തിന് മുമ്പേ നമ്മുടെ ആത്മാക്കളെ കർത്താവ് പിതാവായ ദൈവത്തിനെ സൃഷ്ടിച്ച് പുത്രൻ്റെ ഏൽപ്പിച്ച ആ 1ാമത്തെ ബർത്ത്ഡേ നമ്മൾ ഒന്നിച്ച് ആഘോഷിക്കാൻ പോവുകയാണ്. മാമോദിസയേറ്റപ്പോൾ നമുക്ക് 1-ാം ജനനത്തിൻ്റെ കെടുതികളെ അതിജീവിക്കാൻ 2-ാം ജനനം തന്ന മാമോദിസയുടെ ദിവസം, നമ്മുടെ എല്ലാവരുടെയും മാമോദിസയുടെ ദിവസത്തെയും ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവിനാൽ സൃഷ്ടിക്കപ്പെട്ട ദിവസത്തെ ആദരിച്ചുകൊണ്ട് അടുത്ത 29-ാം തീയതി ഒരു ജന്മദിനാഘോഷം നടത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ജന്മദിനം. നമുക്കെല്ലാവർക്കും ഒരുമിച്ചൊരു ജന്മദിനമുണ്ട്. അത് എവിടെയാണ്? എല്ലാവരും കൂടെ ഒന്നിച്ച് കർത്താവ് സൃഷ്ടിച്ച് ആടേക്ക് കൊടുത്തു, പുത്രനിലേക്ക് കൊടുത്തു. അത് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? ആ ബർത്ത്ഡേ ആഘോഷിക്കാൻ പോവുക. എന്നിട്ട് മാമോദിസയിലൂടെ 2-ാം ജനനം കിട്ടിയ കാര്യം ഓർക്കുന്നു. 1-ാം ജനനത്തിൻ്റെ കാര്യം വലിയൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് 1-ാം ജനനത്തിൻ്റെ കെടുതികൾ പരിഹരിക്കാൻ 2-ാം ജനനത്തിൻ്റെ നന്മകളും വീണ്ടും ജനനത്തിൻ്റെ അനുഭവം പുതുക്കി കർത്താവ് നമ്മളെ ലോകസ്ഥാനത്തിൻ്റെ കരുതിയതിനെ നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ജീവിത പങ്കാളിയായി തീരുവാനുള്ള സംയുക്ത സംരംഭമാണ്
അതിനെല്ലാവരും ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യജമാനൻ വരുമാം